കലികാല വിപത്തുകൾക്ക് സിദ്ധൌഷധമാണ് ലളിതാ സഹസ്രനാമം. സഹസ്രനാമം ചൊല്ലി ദേവിയെ പൂജിക്കുന്ന രീതിയാണ് ഭഗവതി സേവയിൽ കൈക്കൊണ്ടിട്ടുള്ളത്. സ്വസ്തിക പത്മമിട്ട് അല്ലെങ്കിൽ അഷ്ടദള പത്മമിട്ട് നെയ്വിളക്ക് കത്തിച്ച് ചുവന്ന പട്ടും വെള്ളപ്പട്ടും ചാർത്തി സാത്വിക പൂജകളാൽ ദേവിയെ പൂജിക്കുന്നു. ധൂപദീപങ്ങളാൽ അലങ്കൃതമായ അന്തരീക്ഷത്തിൽ ഭക്തിപൂർവം പൂജ ചെയ്താൽ ഫലസിദ്ധി ക്ഷണനേരങ്ങളാൽ അനുഭവിച്ചറിയാം. ശർക്കര പായസമാണ് നിവേദ്യം. രോഗദുരിതങ്ങൾക്കും ദാരിദ്ര്യ ദുഃഖാദികൾക്കും പരിഹാരം ലഭിക്കും. ഉന്നതിക്കും കുടുംബശ്രേയസ്സിനും സന്താനലാഭത്തിനും ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്കും ഉപകരിക്കുന്ന ദേവീപൂജയാണ് ഭഗവതി സേവ. ശ്രീചക്രത്തിൽ 7ാമത്തെ ആവരണമായ സർവരോഗ ഹരചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വശിനി, കാമേശി, മോദിനി, വിമല, കരുണ, ജയനി, സർവേശി, കൗലിനി തുടങ്ങിയ വാഗ്ദേവതകളാണ് ലളിതാ സഹസ്രനാമം രചിച്ചത്. ശത്രുസംഹാരം, ദുഷ്ടഹര നിവാരണം, സർവജന്മ മഹാപാപനാശം, കുലദൈവപ്രീതി, കീർത്തി, കാര്യലാഭം, മനോധൈര്യം, അഷ്ടൈശ്വര്യസിദ്ധി, സർവക്ഷേത്ര ദർശന പുണ്യം, ഗോദാന പുണ്യം, സദ്വിദ്യാലാഭം, സന്താനലാഭം, രോഗശമനം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾക്ക് കൈക്കൊണ്ട ദിവ്യ ഔഷധമാണ് ഭഗവതി സേവ. മാത്രമല്ല ദേവീ കടാക്ഷം ലഭിക്കുകയും ചെയ്യും. മോക്ഷദായകവുമാണ്. പൂജയ്ക്ക് ശേഷം ദേവിക്ക് ചാർത്തിയ പട്ട് വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് അഖില ആപത്തുകളെ തടയുന്നതിനും എപ്പോഴും ദേവീ കടാക്ഷം ഉണ്ടാകുന്നതിനും ദുർബാധകൾ വീടിനുള്ളിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനും ഉത്തമമാണ്. തികഞ്ഞ ദേവീഭക്തനായ പൂജകൻ ചെയ്താൽ മാത്രമേ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. സ്വാർത്ഥലാഭത്തിനു വേണ്ടി ഒരിക്കലും ഇത് ചെയ്യരുത്. പൂജയ്ക്ക് ശേഷം ദേവിക്ക് അർപ്പിച്ച കുങ്കുമം തൊടുന്നത് സർവവശീകരണത്തിന് ഉതകുന്നതാണ്. ഡാൻസ്, പാട്ട്, അഭിനയം എന്നീ വശ്യശക്തി അനിവാര്യമായ മേഖലയിലുള്ളവർ ചുവന്ന കുങ്കുമം തൊടുന്നതിന് പിന്നിലുള്ള രഹസ്യം ഇതാണ്. അവനവന്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാനും ആദരണീയനാകുവാനും ഇതിലൂടെ സാധിക്കും.